എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് സൂര്യവംശ രാജാവും വിഗുക്ഷീപുത്രനുമായ കകുൽസ്ഥൻ്റെ കഥയാണ്. വിഗുക്ഷിക്ക് ശേഷം അയോധ്യയിലെ രാജാവായ കകുൽസ്ഥൻ തികഞ്ഞ ദേവീഭക്തനായിരുന്നു. ആ സമയത്ത് നടന്ന ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർക്ക് വലിയ നാശം സംഭവിച്ചു. അവർക്ക് അസുരന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ദേവന്മാർ സഹായം തേടി മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. എന്നാൽ അയോധ്യ രാജാവായ കകുൽസ്ഥനെ സഹായത്തിന് വിളിച്ചാൽ മതിയെന്ന് വിഷ്ണു ദേവന്മാരെ ഉപദേശിച്ചു. ദേവേന്ദ്രൻ മറ്റു ദേവന്മാരോടുകൂടി അയോധ്യയിൽ വരുന്നത് കണ്ട മഹാരാജാവ് അവരെയെല്ലാം വളരെ ശ്രദ്ധയോടെ സ്വീകരിച്ചിരുത്തി. ശേഷം അവരുടെ വരവിൻ്റെ കാരണമന്വേഷിച്ചു. ദേവന്മാർ പറഞ്ഞു, അസുരന്മാരാൽ പരാജിതരായ ഞങ്ങൾ സഹായത്തിനായി വിഷ്ണു ഭഗവാന്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ദേവീകൃപയാൽ അങ്ങ് മഹാശക്തനും യുദ്ധത്തിൽ അജയ്യനുമാണെന്ന്. ആയതിനാൽ അങ്ങ് ഞങ്ങളെ അസുരന്മാരെ ജയിക്കാൻ സഹായിക്കണം. ഇതെല്ലാം കേട്ട മഹാരാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, എന്നാൽ ഇന്ദ്രൻ എൻ്റെ വാഹനമായിരിക്കണം എന്നൊരു വ്യവസ്ഥ എനിക്കുണ്ട്. ആദ്യം ഇന്ദ്രന് മഹാരാജാവിൻ്റെ വ്യവസ്ഥ സമ്മതമായിരുന്നില്ലെങ്കിലും വിഷ്ണു പറഞ്ഞതുകൊണ്ട് ഇന്ദ്രൻ ഒരു കാളയുടെ രൂപമെടുത്ത് രാജാവിനെ തൻ്റെ പുറത്തു കയറ്റി യുദ്ധത്തിന് പോയി. ദേവീകൃപയാൽ ശക്തനായിരുന്ന കകുൽസ്ഥന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അസുരന്മാർക്കായില്ല. അവർ സ്വർഗം ഉപേക്ഷിച്ച് പാതാളത്തിലേക്ക് ഓടിമറഞ്ഞു. കാളയുടെ പുറത്ത് കയറി യുദ്ധത്തിന് പോയതിനാലാണ് രാജാവിന് കകുൽസ്ഥൻ എന്ന പേരുണ്ടായത്. ഇന്ദ്രനെ വാഹനമാക്കിയതിനാൽ ഇന്ദ്രവാഹനൻ എന്നും, അസുരന്മാരുടെ പുരത്തിനെ ജയിച്ചതിനാൽ പുരഞ്ജയൻ എന്നും മഹാരാജാവിന് പേരുണ്ടായി. കകുൽസ്ഥന്റെ വംശത്തിൽ ജനിച്ചതിനാലാണ് ശ്രീരാമനെ കാകുൽസ്ഥൻ എന്ന് വിളിച്ചു പോരുന്നത്. ഇക്ഷ്വാകു വംശജനായ കകുൽസ്ഥന്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.